ദേവദൂതൻ കാലം തെറ്റിയിറങ്ങിയ സിനിമ എന്ന് പറയുന്നതിനെക്കാട്ടിയും കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സിനിമ എന്ന് പറയണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ സിനിമ വീണ്ടും വന്നപ്പോൾ ആളുകൾ അതൊരു വിജയമാക്കി തീർത്തത്. ഈ സിനിമ ഇത്രത്തോളം പ്രത്യേകത വരാനുള്ള കാരണം എന്താണ്? കാരണം അതിമനോഹരമായിട്ടുള്ളൊരു കഥ എന്നതിലുപരി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് എലമെൻറ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണത്തിന് ദേവദൂതൻ എന്ന പേര്. ഈ സിനിമയിൽ ദേവദൂതൻ ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് വിശാൽ കൃഷ്ണമൂർത്തിയുടെയും അലീനയുടെയും നിഖിൽ മഹേശ്വരൻ്റെയും ലോകത്തിലേക്കൊന്ന് ഇറങ്ങിച്ചില്ല. എന്നിട്ട് ദേവദൂതനെ ഡെപ്തായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ദേവദൂതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്കത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം ഹെവൻലി ഫീലുള്ള പാട്ടുകളാണ് ശ്രീ വിദ്യാസാഗർ സാർ ചെയ്തേക്കുന്നത്, അല്ലേ? ഇപ്പോഴും പല ആളുകളും ആവർത്തിച്ച് കേൾക്കുന്ന പല പാട്ടുകളിലൊന്നാണ് എന്തൊരു മഹാനുഭാവലു എന്ന ആ ഒരു പാട്ട്. അതിനത്രത്തോളം ഒരു ഹെവൻലി ഫീലിംഗ് ആണുള്ളത്, അല്ലേ? ഈ പാട്ടിന് പോലും ഈ സിനിമയുടെ കഥയുമായിട്ട് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഈ പാട്ടിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാൽ സാറിൻ്റെ കഥാപാത്രമായ വിശാൽ കൃഷ്ണമൂർത്തിക്ക് സംഗീത ലോകത്തിലൊരു വലിയ അംഗീകാരം ലഭിക്കുന്നു. ആ അംഗീകാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് റിതം ഓഫ് ലവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കാണ്. അപ്പോൾ ഈ ഒരു റിതം ഓഫ് ലവിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വരികളുണ്ട്. അതായത് സ്നേഹത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ. അതായത് അദ്ദേഹത്തിനെ അദ്ദേഹമാക്കി തീർത്ത ഒരാളുണ്ട്, അയാളിലേക്കുള്ള സാഷ്ടാംഗ പ്രണാമമാണ് റിതം ഓഫ് ലവ് എന്ന് പറയുന്ന ഈ പാട്ട്, അല്ലേ? അപ്പോൾ അതിലാണ് എന്തൊരു മഹാനുഭാവലു എന്ന് വരുന്നത്. ഇവിടെയാണ് ഈ പാട്ടിൻ്റെ പ്രാധാന്യം വരുന്നത്. നമുക്കതിനെക്കുറിച്ചൊന്ന് കേട്ട് നോക്കാം. എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന ഈ പാട്ട് സത്യം പറഞ്ഞാൽ ത്യാഗരാജസ്വാമികൾ ചെയ്തിട്ടുള്ള കർണാടക സംഗീതത്തിലെ ഒരു മെയിനായിട്ടുള്ള ഫിഗേഴ്സിൽ ഒരാളാണ് ത്യാഗരാജസ്വാമികൾ. ത്യാഗരാജസ്വാമികൾ ചെയ്തിട്ടുള്ള ഒരു കീർത്തനമാണ് എന്തൊരു മഹാനുഭാവലു. അത് ഏതെങ്കിലും ഒരു കീർത്തനമല്ല. അദ്ദേഹത്തിൻ്റെ പഞ്ചകൃതികളെന്ന് പറയുന്ന 5 രത്നങ്ങളെന്ന് വിളിക്കാൻ കഴിവുള്ള 5 പാട്ടുകളിൽ ഒരെണ്ണമാണ് ഈ എന്തൊരു മഹാനുഭാവലു. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലിറിക്സാണ്. എന്തൊരു മഹാനുഭാവലു അന്തരികി വന്ദനാമൂലു. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ മഹാനുഭാവന്മാർ, അവരൊക്കെ എല്ലാവർക്കും മുന്നിൽ ഞാൻ വണങ്ങുന്നു, അവരെ എല്ലാവരെയും ഞാൻ വണങ്ങുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സിനിമ തുടങ്ങാൻ പറ്റിയതല്ലേ? ഒരുപാട് മഹാനുഭാവന്മാരുണ്ട്, അവരെല്ലാം വണങ്ങിക്കൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നതെന്ന് നമുക്ക് അർത്ഥം പറയാം. പക്ഷേ ഇത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ഈ വണങ്ങുന്നത് അദ്ദേഹം തൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളുകളെയും അതുപോലെ നിഖിൽ മഹേശ്വരനെയും തന്നെയാണ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ രാഗത്തെക്കുറിച്ച് പറയണം കേട്ടോ. ഈ ഒരു എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന പാട്ട് ശ്രീരാഗത്തിലാണ് ത്യാഗരാജസ്വാമികൾ കമ്പോസ് ചെയ്തേക്കുന്നത്. ശ്രീരാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയൂ? ഏറ്റവും ശുഭകരമായിട്ടുള്ള രാഗങ്ങളിലൊന്നാണ് ശ്രീരാഗമെന്നാണ് പറയുന്നത്. അതായത് ഒരു കൺസേർട്ട്, ഒരു കച്ചേരിയൊക്കെ തുടങ്ങാൻ ഏറ്റവും മികച്ച രാഗങ്ങളിലൊന്നാണ് ശ്രീരാഗം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതും ഇവിടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് വിശാൽ കൃഷ്ണമൂർത്തി തൻ്റെ കോളേജ് ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഈ വിശാൽ കൃഷ്ണമൂർത്തി പഠിച്ചിരുന്ന കോളേജിൽ ഒരു കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കൂട്ടം ആളുകൾ ഒരു ഡ്രാമ ചെയ്യാൻ നോക്കുന്നു. അതിൽ ശ്രീ ജഗതിയുടെ കഥാപാത്രം ആ ഡ്രാമയിൽ അനാവശ്യമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളും എല്ലാം കുത്തിക്കയറ്റി അതിനെ കുളമാക്കുന്ന സമയത്ത് ഇയാൾക്കൊരു ആക്സിഡൻറ്റ് വരുന്നു. ആക്സിഡൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു ഡ്രാമ ഏറ്റവും നല്ല രീതിക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വിശാൽ കൃഷ്ണമൂർത്തിയുടെ പേര് വരുന്നു. വിശാൽ കൃഷ്ണമൂർത്തി അവിടെ എത്തുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പല കാര്യങ്ങളുണ്ട്. അതായത് സിനിമയിൽ ആഞ്ചലിന ഇഗ്നീഷ്യസ് എന്ന ജയപ്രദയുടെ കഥാപാത്രമായിട്ടുള്ള അലീനയെ ആദ്യം കാണിക്കുമ്പോൾ ഒരു ചിറകടിക്കുന്ന ശബ്ദം, പ്രാവിൻ്റെ ചിറകടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഇതുപോലെ സിനിമയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പല സമയങ്ങളിലും ഈ പ്രാവിൻ്റെ ചിറകടി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവിടെയെല്ലാം നിഖിൽ മഹേശ്വരൻ്റെ സാന്നിധ്യമാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിഖിൽ മഹേശ്വർ അവിടെ ചെയ്യുന്ന ഇൻഫ്ലുവൻസ്. എന്തിന് വിശാൽ കൃഷ്ണമൂർത്തിയെ വരുത്തണം? ഈ ഒരു കാര്യം നമുക്ക് 2 ഭാഗങ്ങളായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയാം, ഒന്ന് ഇപ്പോൾ പറയാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സിനിമയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സന്ദർഭങ്ങളിലും സംഗീതത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം വരുന്നുണ്ട്. ഇദ്ദേഹം നിഖിൽ മഹേശ്വർ അവിടെ കോളേജിലുള്ള ഓരോ ആളുകളിലും ഓരോ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നത് സംഗീതത്തിലൂടെയാണ്, പ്രാവിൻ്റെ ചിറകടിയിലൂടെയുമാണ്. ഇത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില സീനുകളാണ് ഇപ്പോൾ ഞാനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇനി എങ്ങനെ ഈ നാടകം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നിങ്ങനെ ജനാർദ്ദനൻ സാറിൻ്റെ കഥാപാത്രം ആ ഒരു ഫാദർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ടേബിളിൽ വെച്ചിരുന്ന ഒരു ഡാൻസിങ് ഡോള്, അത്രയും നേരവും ആ ഡോള് പാടിക്കൊണ്ടിരുന്ന പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടാണ് അവിടെ പാടുന്നത്. അത് വിശാൽ കൃഷ്ണമൂർത്തി ചെയ്തിട്ടുള്ള ഒരു സിംഫണിയാണ് ആ പാടിക്കൊണ്ടിരിക്കുന്നത്. സിംഫണിയാണോ എന്നറിയത്തില്ല. ഒരു മ്യൂസിക് ആ ഒരു
ഡോള് പാടുന്നു. അത് സ്നേഹ എന്ന് പറഞ്ഞ പെൺകുട്ടി തിരിച്ചറിയുകയും വിശാൽ കൃഷ്ണമൂർത്തിയെ വിളിക്കുകയും ചെയ്യുന്നു. അവിടെ മ്യൂസിക് മാധ്യമമാക്കിയത് നിഖിൽ മഹേശ്വറാണ്. കാരണം നമുക്കറിയാം അല്ലേ, ഈ അതീന്ദ്രിയമായിട്ടുള്ള ഓരോ എനർജികൾ, പ്രേതമെന്നോ ഡിവൈനായിട്ടുള്ള ശക്തിയെന്നോ എന്ത് വേണേലും പറയാം, പല കഥകളിലും നമ്മൾ കാണുന്നത് അവയെല്ലാം ഒരു മാധ്യമത്തിലൂടെയാണ് സംസാരിക്കുന്നത്, ഒരു മീഡിയത്തിലൂടെ. ചിലപ്പോൾ അതൊരു ആളായിരിക്കാം, ചിലപ്പോൾ അതൊരു ബോർഡായിരിക്കാം, ചിലപ്പോൾ അത് എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം അല്ലേ. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ എന്താ പറയുക, അതീന്ദ്രിയമായിട്ടുള്ള ശക്തികൾ ഇതുപോലെ ഓരോ ഒബ്ജക്റ്റുകളിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നിഖിൽ മഹേശ്വർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംഗീതത്തിലൂടെയാണ്. ഇവിടെ നിഖിൽ മഹേശ്വരന് വിശാൽ കൃഷ്ണമൂർത്തിയോടും, മെയിനായിട്ട് വിശാൽ കൃഷ്ണമൂർത്തിയെ കണക്ട് ചെയ്യുന്നത് അത്രയും സംഗീതത്തിൽ കൂടെ മാത്രമാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ, നിഖിൽ മഹേശ്വരനെ പോലെ തന്നെ സംഗീതത്തിനോട് അത്രത്തോളം താല്പര്യമുള്ള ഒരാളാണ് വിശാൽ കൃഷ്ണമൂർത്തി. അപ്പോൾ അങ്ങനെ ആ ഒരു മ്യൂസിക് അവിടെ വന്നു. ഞാൻ പറഞ്ഞല്ലോ, തന്ത്രപ്രധാനമായിട്ടുള്ള പല സന്ദർഭങ്ങളിലും മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഈ കഥയിലുടനീളം വരുന്നുണ്ട്. നിഖിൽ മഹേശ്വറിൻ്റെ ഇൻ്റർഫിയറൻസ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം മ്യൂസിക്കിൻ്റെ പ്രസൻസ് ഉണ്ട്. മ്യൂസിക്കിലൂടെയാണ് അയാൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതെങ്ങനെ, അത് ഏതൊക്കെ ഇൻസ്റ്റൻസിൽ, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ മ്യൂസിക് വിശാൽ കൃഷ്ണമൂർത്തിയെ ഓർമ്മിപ്പിച്ചു. നേരെ വിശാൽ കൃഷ്ണമൂർത്തിയാണ് കാണിക്കുന്നത്. വിശാൽ കൃഷ്ണമൂർത്തി വേറെ പല ജോലികൾ ഇപ്പോൾ ചെയ്യുവാണ്, അതുപോലെ തന്നെ പല ബിസിനസ്സുകളിൽ ഇൻവോൾവ് ചെയ്യുന്നു. പക്ഷേ എന്നാലും ഒന്നും അങ്ങോട്ട് വിശാൽ കൃഷ്ണമൂർത്തിക്ക് പച്ച പിടിക്കുന്നില്ല. ഈ സമയത്താണ് വിശാൽ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് ആ ഒരു പ്രിൻസിപ്പൽ അച്ഛൻ എഴുതിയേക്കുന്ന ആ ഒരു കത്ത് വരുന്നത്, അതായത് ജനാർദ്ദനൻ സാർ എഴുതിയ കത്ത് വരുന്നത്. അപ്പോൾ കത്ത് പലതവണ വിശാൽ കൃഷ്ണമൂർത്തി വായിച്ചു നോക്കുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രം വന്നിട്ട് വിശാൽ കൃഷ്ണമൂർത്തി എങ്ങനത്തെ ആളാണ്, എന്തുകൊണ്ട് നിഖിൽ മഹേശ്വർ വിശാൽ കൃഷ്ണമൂർത്തിയെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു ഡയലോഗ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത്രയും കാലവും മൂടിയിട്ടിരുന്ന ആ പിയാനോ അന്നത്തെ ദിവസം വിശാൽ കൃഷ്ണമൂർത്തി ഓപ്പൺ ചെയ്യാണ്. ആ തുണി മാറ്റുമ്പോൾ പൊടി പറക്കുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വിശാൽ കൃഷ്ണമൂർത്തി അവിടെ പിയാനോ വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഇത്താക്കെന്ന് പറയുന്ന ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, മൂർത്തിക്കുഞ്ഞെ കണ്ടോ, മൂർത്തിക്കുഞ്ഞിന് ദൈവം തന്നേക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സംഗീതമാണ്. അതിലൂടെ മാത്രമേ മൂർത്തിക്കുഞ്ഞിന് പച്ച പിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടുള്ളൊരു വിളിയായിരിക്കാം കോളേജിലോട്ടുള്ള ഇതെന്ന് പറയുന്നുണ്ട്. യെസ്, നിഖിൽ മഹേശ്വരൻ എങ്ങനെ സംഗീതം ഒരു അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുണ്ടോ അതുപോലെ വിശാൽ കൃഷ്ണമൂർത്തിക്കും സംഗീതം ഒരു അനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിശാൽ കൃഷ്ണമൂർത്തി കോളേജിലെത്തുന്നു. കോളേജിലെത്തിയ സമയത്ത് എന്താ പറയുക, നിഖിൽ മഹേശ്വർ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പല സൈൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രശസ്തമായിട്ടുള്ള പല ഡയലോഗ് പറയുന്നുണ്ട്. എന്നിട്ട് വിശാൽ കൃഷ്ണമൂർത്തി എന്താണ് ചെയ്യുന്നത്, അതായത് ഒരു കഥ അസിസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് വിളിച്ച വിശാൽ കൃഷ്ണമൂർത്തി ആദ്യം തന്നെ ചെയ്യുന്നത് ആ കഥ തിരുത്തി എഴുതുക എന്നുള്ളതായിരുന്നു. അതാരാണ് വിശാൽ കൃഷ്ണമൂർത്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ഇവിടെയാണ് നമ്മൾ വിശാൽ കൃഷ്ണമൂർത്തി കോളേജിൽ വന്നിട്ടുള്ള വലിയ നീളമുള്ള പേര്, ഞാൻ ഈ മൂർത്തി എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ മൂർത്തി ഈ കോളേജിൽ വന്നിട്ടുള്ള ദിവസമുള്ള ആദ്യത്തെ രാത്രി നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇദ്ദേഹം തൻ്റെ പ്രോഗ്രാം, ഇതൊരു മ്യൂസിക്കൽ ഡ്രാമയാണല്ലോ, അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് ഇടാനായിട്ടുള്ള മ്യൂസിക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് വീണ്ടും ആ സപ്തസ്വരമണികളുടെ ശബ്ദം കേൾക്കുന്നത്. തൻ്റെ കോളേജിലെ പഠിത്തം വഴിക്ക് വെച്ച് നിർത്തിയ അതേ സാധനത്തിൻ്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി അതിൻ്റെ അടുത്തേക്ക് പോയി. ആ മ്യൂസിക് കേട്ടതിൻ്റെ അടുത്തേക്ക് അത് ആരോ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ, ബിക്കോസ് സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ. അതാണല്ലോ സിനിമയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് വിശാൽ കൃഷ്ണമൂർത്തി അവിടെ വന്ന ദിവസം തന്നെ ആ മ്യൂസിക് നിഖിൽ മഹേശ്വർ കേൾപ്പിച്ചത്? അത് ആ ചാപ്പലിലോട്ട് വിളിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. ഇവിടെയാണ് വിശാൽ കൃഷ്ണമൂർത്തിയിലൂടെ നിഖിൽ മഹേശ്വർ ആദ്യം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ മ്യൂസിക്കിലൂടെയാണ് പല കാര്യങ്ങൾ വിശാൽ കൃഷ്ണമൂർത്തിയോട് നിഖിൽ മഹേശ്വർ പറയുന്നത്. എന്താണ്? ആദ്യം ഈ മ്യൂസിക് കേട്ടതിന് ശേഷമാണ് വിശാൽ കൃഷ്ണമൂർത്തിക്ക് അത് തോന്നുന്നത്. എന്താണ്? വളരെ ബുദ്ധിയുള്ള അലീന, സുന്ദരിയും ബുദ്ധിമതിയുമായിട്ടുള്ള അലീനയ്ക്ക് ഒരുവനോട് ഇഷ്ടം തോന്നണമെങ്കിൽ അവളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി അവനിലുണ്ടാവണം. ഇവൾ അലീന എന്ന് പറയുന്ന പെൺകുട്ടി സംഗീതത്തിൽ അത്രത്തോളം ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ നിഖിൽ മഹേശ്വർ അതുപോലെ തന്നെ അനുഗ്രഹീതനായിട്ടുള്ളൊരു സംഗീതജ്ഞനായിരിക്കണം. അപ്പോൾ നിഖിൽ മഹേശ്വർ ഒരു മനോഹരമായിട്ടുള്ള സംഗീതജ്ഞനായിരുന്നു, അവൻ ഇതുപോലൊരു മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞ് ആ മ്യൂസിക് വിശാൽ കൃഷ്ണമൂർത്തി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ചിന്ത, അതായത് താൻ ഒരു സാധാരണക്കാരനല്ല, തൻ്റെ പ്രിയപ്പെട്ട അലീന തന്നെ ചുമ്മാ ഇഷ്ടപ്പെട്ടതല്ല, തൻ്റെ സംഗീതമാണ്
അവളെ തന്നിലേക്ക് അട്രാക്ട് ചെയ്തത്, താൻ ദൈവം അനുഗ്രഹിച്ചൊരു സംഗീതജ്ഞനായിരുന്നു എന്ന് വിശാൽ കൃഷ്ണമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയും വിശാൽ കൃഷ്ണമൂർത്തിയിലൂടെ ആ കഥയിൽ ചേഞ്ച് വരുത്തുകയും ആ കഥയിലൂടെ അലീനയെ സൂചിപ്പിക്കുകയാണ്, ആഞ്ചലീന ഇഗ്നീഷ്യസിനെ സൂചിപ്പിക്കുകയാണ്, ഇത് ചുമ്മാതെ എഴുതിയ കഥയല്ല, ഇത് നമ്മുടെ കഥയാണ്, നീ ഇത് കേൾക്കണം, എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് എന്ന്. ഇത് മാറ്റാനായിട്ടുള്ള അടുത്തൊരു ടേണാണ് വിശാൽ കൃഷ്ണമൂർത്തി ഇതിൻ്റെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി എണീച്ച് മേരി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റി അലീന എന്നാക്കുന്നത്. അലീന എന്ന് പറയുന്ന കഥാപാത്രം ആ ഒരു പേര് എങ്ങനെയാണ് വിശാൽ കൃഷ്ണമൂർത്തിക്ക് കിട്ടിയത്? അതും നിഖിൽ മഹേശ്വർ പറഞ്ഞു കൊടുത്തതാണ്. എങ്ങനെ? വന്ന ദിവസം അവിടെ പ്ലേ ചെയ്ത സപ്തസ്വരമണികളിൽ പ്ലേ ചെയ്ത ആ മ്യൂസിക്കിലൂടെ അലീന, അതിലൂടെ അലീന എന്ന പേര് വിശാൽ കൃഷ്ണമൂർത്തിക്ക് കിട്ടുന്നു. അതും പറഞ്ഞു കൊടുത്തത് നിഖിൽ മഹേശ്വർ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചാടി എണീച്ച് ആ പേര് മാറ്റി നിഖിൽ മഹേശ്വർ അലീനയോട് സംസാരിക്കുന്നത് പോലത്തെ ഡയലോഗുകൾ അത്രയും വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നതിന് മുൻപ് ഇയാളുടെ ദേഹത്ത് ആരോ കയറുന്നത് പോലത്തെ ഒരു പെരുമാറ്റമായിരുന്നു മൂർത്തി കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് പ്രാവിൻ്റെ ചിറകടി ശബ്ദവും ഉണ്ടാകുന്നുണ്ട്. അവിടെ മറ്റൊരു ശക്തിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ആ റൂമിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവിടെ സംസാരിച്ചത് വിശാൽ കൃഷ്ണമൂർത്തി അല്ല, നിഖിൽ മഹേശ്വറാണ്. കാരണം അത്രയും നാളും തൻ്റെ പ്രിയപ്പെട്ടവളുടെ പേര് മേരി എന്നാണ് ഇട്ടിരുന്നത്, പക്ഷേ മേരി അല്ല, അവളുടെ പേര് അലീന എന്നാണ് എന്ന് വിശാൽ കൃഷ്ണമൂർത്തിയെ കൊണ്ട് തിരുത്തിപ്പിച്ചു. ആര്? ഈ ഇദ്ദേഹം നിഖിൽ മഹേശ്വർ. ഇത് നമുക്ക് ആ സിനിമയിൽ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സൂചിപ്പിക്കുന്ന പല എലമെൻറ്റുകൾ ഈ സീനുകളിലുണ്ട്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വിശാൽ കൃഷ്ണമൂർത്തിയുടെ ദേഹത്ത് ആ സമയത്ത് മറ്റേതോ ഒരു ശക്തി കയറിയിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം, ഇത് അയാൾ ചെയ്യുന്നതല്ല എന്ന്. ഇത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ലാലേട്ടൻ്റെ കഥാപാത്രം തന്നെ സിനിമയുടെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. കാരണം ഓരോ തവണ ഇങ്ങനെ എന്തെങ്കിലും ഇയാൾ വിളിച്ചു പറയുന്നതിന് മുമ്പേ, മൂർത്തി പറയുന്നതിന് മുൻപേ പ്രാവിൻ്റെ ചിറകടി ശബ്ദം കേൾക്കാറുണ്ട്. ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഈ ഒരു ശക്തിയുടെ പ്രസൻസ് സൂചിപ്പിക്കുന്ന ഒരു മ്യൂസിക്, ആ മ്യൂസിക് കേൾക്കുന്ന സമയത്തൊക്കെയാണ് വിശാൽ കൃഷ്ണമൂർത്തിയിൽ ഈ ഒരു ചേഞ്ചുകളൊക്കെ വരുന്നത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് മഹേശ്വരൻ്റെ ഇൻവോൾവ്മെൻ്റാണ്. ഇതെല്ലാം തനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇവർ ഇത്രയും അവനെ വഴക്ക് പറയുന്നു. എന്തിനു വഴക്ക് പറയുന്നു? താനൊരു തെറ്റും ചെയ്യുന്നില്ല. അപ്പോൾ ആരാണ്, എന്താണ് ഇതെന്നൊക്കെ അറിയണമെന്നുള്ളൊരു തുര കൊണ്ട് തന്നെ അലീല എന്ന പേരിന് പിന്നാലെ, ആ കണ്ണ് കാണാൻ കഴിയാത്ത അയാളുടെ പേരിൻ്റെ പിന്നാലെ ഇദ്ദേഹം സഞ്ചരിച്ചു വിശാൽ കൃഷ്ണമൂർത്തി. അങ്ങനെയാണ് സ്തേവ എന്ന് പറയുന്ന ഫാദറിൻ്റെ അടുത്തെത്തുന്നതും. അപ്പോഴാണ് വിശാൽ കൃഷ്ണമൂർത്തി മനസ്സിലാക്കുന്നത് ഈ കഥ മാഡം ആഞ്ചലിന ഇഗ്നീഷ്യസിൻ്റെ ആരോടും പറയാത്തൊരു കഥയാണ്. ആ കഥ എഴുതാനായിട്ട് ഈ ഫാദറിനെ ഇൻഫ്ലുവൻസ് ചെയ്തതും നിഖിൽ മഹേശ്വറാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ നിഖിൽ മഹേശ്വറിൻ്റെ നിഖിൽ മഹേശ്വറിൻ്റെ നൊട്ടേഷൻസ്, ആ മ്യൂസിക് നൊട്ടേഷൻ വിശാൽ കൃഷ്ണമൂർത്തി എടുത്തിട്ട് അത് സപ്തസ്വരമണികളിൽ ഇങ്ങനെ വായിക്കുകയാണ് വിശാൽ കൃഷ്ണമൂർത്തി. ഇപ്പോൾ ഇവിടെയാണ് മ്യൂസിക്കിൻ്റെ പ്രസൻസ് വന്നേ. മ്യൂസിക്കിൻ്റെ പ്രസൻസ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം നിഖിൽ മഹേശ്വർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി ഈ ഒരു നൊട്ടേഷൻസ് തുറന്നു വിട്ട് ആ ഒരു മ്യൂസിക് ഈ ഒരു സപ്തസ്വരമണികളിൽ അനായാസമായി വായിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും തൻ്റെ കണ്ണുകൾ മങ്ങി തുടങ്ങി വിശാൽ കൃഷ്ണമൂർത്തിക്ക്. എന്നിട്ട് ഈ ഒരു നൊട്ടേഷൻസുമായിട്ട് നേരെ ആഞ്ചലിന ഇഗ്നീഷ്യസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും സൈക്കിൾ ഓടിച്ചു പോയ വിശാൽ കൃഷ്ണമൂർത്തി മുന്നിലുള്ള ഗേറ്റ് കാണാതെ അവിടെ ഇടിച്ചു വീഴുന്നുണ്ട്. അവിടെയെല്ലാം തൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയാണ്. ഇത് ചെയ്തതും നിഖിൽ മഹേശ്വറാണ്. കാരണം ആ മ്യൂസിക്കിൻ്റെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ ആ മ്യൂസിക് മാധ്യമമാക്കി വിശാൽ കൃഷ്ണമൂർത്തിയോട് പറയുന്നു, നീ വിചാരിച്ചു ഇത് എഴുതിയേക്കുന്നത് ഞാനാണ്, ആ നൊട്ടേഷൻസ് എഴുതിയേക്കുന്നത് ഞാനല്ല മൂർത്തി, അത് എഴുതിയേക്കുന്നത് അലീനയാണ്. കാരണം നിഖിൽ മഹേശ്വറിന് കണ്ണ് കാണാൻ കഴിയില്ല എന്നവിടെ അതിലൂടെ വിശാൽ കൃഷ്ണമൂർത്തിയോട് നിഖിൽ മഹേശ്വർ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയിൽ വീണ്ടും മാറ്റം വരുത്തുന്നു. എന്നാൽ അപ്പോഴും അലീനയ്ക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല നിഖിൽ മഹേശ്വർ മരിച്ചുപോയെന്ന്. അയാൾക്ക് ആരോടും പ്രതികാരം വീട്ടായില്ല, അയാൾക്ക് ആരെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. തൻ്റെ പ്രിയപ്പെട്ടവളോട് പറയണം, നീ എന്നെ കാത്തിരിക്കുകയാണ്, ഒരുപാട് സന്തോഷം എനിക്കുണ്ട്, പക്ഷേ നിൻ്റെ അച്ഛൻ കൊന്നുകളഞ്ഞു, നിന്നോട് കള്ളത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കാത്ത് നീ ഇരിക്കണ്ട, നീ നിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകൂ എന്ന് പറയാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. ഇനി ഈ സിനിമയിലെ ചില ഡീറ്റെയിലുകളുണ്ട് കേട്ടോ. ആ ഡീറ്റെയിലുകളെക്കുറിച്ചും കൂടെ നമുക്ക് പറയാം. കാരണം കഥ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും കഥ അറിയാം. സിനിമയിൽ നമ്മൾ എടുത്തു കാണേണ്ട ചില കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രാവിന് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ സ്ത്രീ അലീന, അതായത് നമ്മുടെ മാഡം ആഞ്ചലിന ഇഗ്നീഷ്യസ് ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. കാണാൻ വന്നപ്പോഴത്തേക്കും ലാലേട്ടനെ ഫ്രെയിമിൽ നിർത്തിയിട്ട് ഇവിടെ ഒരു പ്രാവിനെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരാളാണ്, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന മറ്റൊരാളാണ്, അത് ആരാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ ഈ പ്രാവിൻ്റെ ഇണയായിട്ടുള്ള പ്രാവ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ആ ഫ്രെയിമിലോട്ട്. ബ്രില്യൻ ഷോട്ടാണത്. അതായത് ആ ഫ്രെയിമിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
കൃത്യം ഇവിടെ ഇരുന്ന പ്രാവിൻ്റെ ഇണ അപ്പുറത്തൂടെ നടന്നിങ്ങ് വരുന്നുണ്ട് ലാലേട്ടൻ്റെ ഫ്രെയിമിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. അവിടെ അതിലും ആ ഫ്രെയിമിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നിഖിൽ മഹേശ്വർ എങ്ങനെ അവിടെ സാന്നിധ്യമായിട്ട് നിൽക്കുന്നു. അവിടെ ലൈബ്രറിക്കുള്ളിൽ ഒരു അസ്ഥികൂടം വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു ലാബിനുള്ളിൽ ഒരു അസ്ഥികൂടം വെച്ചിട്ടുണ്ട്. ആ അസ്ഥികൂടം നിഖിൽ മഹേശ്വരൻ്റെ അസ്ഥികൂടമാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ആർക്ക്? വിശാൽ കൃഷ്ണമൂർത്തിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആൽബർട്ടോ എന്ന് പറയുന്ന ആളെ പോയി കാണുന്നു. അപ്പോഴാണ് പിന്നെ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നിഖിൽ മഹേശ്വരൻ്റെ കൈ വെട്ടിയതും നിഖിൽ മഹേശ്വരനെ പട്ടി കടിച്ചതും. ഈ പട്ടി കടിച്ച സീൻ ഒറിജിനലായിരുന്നു കേട്ടോ. അത് ആ സീൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അത് ഈ നടൻ ശ്രീ വിനീത് എന്ന് പറയുന്ന ആ നടൻ തന്നെ, നിഖിൽ മഹേശ്വരെ അഭിനയിച്ച നടൻ തന്നെ ആ ഒരു റോളിൽ ഡ്യൂപ്പൊന്നുമില്ലാതെ ചെയ്തതാണ്. അത് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പൊളിഞ്ഞ ജർമ്മൻ ഷെപ്പേർഡുകൾ വന്ന് ഇയാളെ ആക്രമിച്ചു. ഇദ്ദേഹം ഇങ്ങനെ തള്ളി മാറ്റുന്നു. ഇത് 3 ദിവസമാണ് ഈ ഷോട്ട് ഉണ്ടായിരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ വീട്ടിൽ പട്ടിയെ പോലും വളർത്തിയിട്ടില്ലാത്ത ആളെന്നും കൂടെ പറയുന്നത്. ഇപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന്. എന്തായാലും അതൊരു ബ്രില്യൻ ഷോട്ട് തന്നെയായിരുന്നു. അദ്ദേഹം നല്ല രീതിക്ക് ആ ഒരു ഷോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കഥകളെല്ലാം പിന്നെ കാണികളിലൂടെ അലീനയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്, എന്താ പറയുക, വളരെ മാന്യൻ എന്ന് പറയുന്ന അലീനയുടെ ഫാദറാണ് ഈ നിഖിൽ മഹേശ്വരൻ്റെ തിരോധാനത്തിന് കാരണമായതെന്നും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നത്. ആൽബർട്ടോ തന്നെ അതിൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അല്ലേ. കണ്ണിലെ തിളക്കം, ആർക്കുമില്ലാത്തൊരു തിളക്കം നിൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു എന്നൊക്കെ പറയുന്നൊരു ഡയലോഗൊക്കെ അതിൽ വരുന്നുണ്ട്. അതെല്ലാം നിഖിൽ മഹേശ്വരൻ്റെ സാന്നിധ്യമാണ് പറയുന്നത്. എന്താണ്, നിഖിൽ മഹേശ്വർ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് കാഴ്ചശക്തി കുറവാണെങ്കിൽ, കണ്ണ് കാണാൻ കഴിയത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു തിളക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു കണക്ഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡയലോഗാണത് 2 സ്ഥലങ്ങളിൽ വരുന്നത്. പിന്നെ ഇത് മാറ്റി നിർത്തി ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡീറ്റെയിലിങ്, അതായത് ഇതിൽ വിശാൽ കൃഷ്ണമൂർത്തി വന്നിട്ട് ഈ ഒരു നിഖിൽ മഹേശ്വരൻ്റെ അസ്ഥികൂടം വെച്ചേക്കുന്ന ആ ഒരു കണ്ണാടിയിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിഖിൽ മഹേശ്വരൻ്റെ അസ്ഥികൂടത്തിൻ്റെ വലത്തെ കൈ പൊക്കിയിട്ട് വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഇടത്തെ കൈയിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നൊരു സീനുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? തൻ്റെ വലത്തെ കൈയുടെ വിരലുകളാണ് വെട്ടിമാറ്റിയത് അല്ലേ. അത് നമ്മൾ ലാസ്റ്റിൽ കാണുന്നുണ്ട് ആ വിരലുകൾ ഇങ്ങനെ പോകുന്നത്. ആ വിരലുകളാണ് വെട്ടിമാറ്റിയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വലത്തെ കൈ, നിഖിൽ മഹേശ്വരൻ്റെ വലത്തെ കൈ നേരെ പോയി തൊടുന്നത് വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഇടത്തെ കൈയിലാണ്. ഈ സിനിമയിൽ വിശാൽ കൃഷ്ണമൂർത്തി ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡർ ആകാനുള്ള പ്രാധാന്യം എന്താണ്? നിഖിൽ മഹേശ്വരൻ്റെ റൈറ്റ് ഹാൻഡും ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് സൂചിപ്പിച്ചത് ആ കഥകൾ അത്രയും തൻ്റെ ഇടത്തെ കൈകൊണ്ട് നിഖിൽ മഹേശ്വരൻ്റെ കഥകൾ അത്രയും വിശാൽ കൃഷ്ണമൂർത്തി എഴുതിയപ്പോഴും അവിടെ സ്വാധീനിച്ചിരുന്നത് നിഖിൽ മഹേശ്വർ ആയിരുന്നുവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു കില്ലർ ഡീറ്റെയിൽ ഈ സിനിമയിലുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമയുണ്ടല്ലോ, ഇതൊരു സാധാരണ സിനിമയല്ല. കാണുന്ന ഓരോ ആളുകളുടെയും ഹൃദയത്തിനെയും ആത്മാവിനെയൊക്കെ സ്പർശിക്കാൻ കെൽപ്പുള്ളൊരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. പല ആളുകൾക്കും അത് തോന്നിയിട്ടുണ്ടാവും. അതായത് ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സിനിമയിലെ ഒരു അത്ര സമയവും നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അതൊരു കഥയോ ഒരു കോളേജിൽ നടക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. അതെന്ന് പറയുമ്പോൾ അതിഗംഭീരനായിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള, ഡിവൈനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ, കാലത്തിനപ്പുറം ജീവനപ്പുറം നിന്നുകൊണ്ട് ആ സംഗീതജ്ഞൻ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളുമെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്ത് അതിമനോഹരമായിട്ടുള്ളൊരു സിംഫണി തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കുന്നു. ആ സിംഫണിയിലൂടെ, ആ സംഗീതത്തിലൂടെ അവന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവൻ അവളോട് പറയുന്നു. അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കാണ് ഇതിൽ കാണുന്ന ഓരോ കാര്യങ്ങളും. റാദർ ദാൻ എ സ്റ്റോറി എന്ന് പറയുന്നതിനെക്കാട്ടിയും ഒരു മനോഹരമായിട്ടുള്ളൊരു സംഗീതം. ആര്? നിഖിൽ മഹേശ്വർ തൻ്റെ പ്രിയപ്പെട്ടവളായ അലീനയ്ക്ക് വേണ്ടി വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീത ഉപകരണത്തിലൂടെ വായിച്ച് ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലൂടെ പല കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സംഗീതം. അതാണ് ഈ സിനിമ. പിന്നൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശാൽ കൃഷ്ണമൂർത്തിയെ തന്നെ നിഖിൽ മഹേശ്വർ തിരഞ്ഞെടുത്തു? കാരണം ആ പ്രാവിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, മറ്റൊരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയപ്രദയുടെ കഥാപാത്രമായിട്ടുള്ള അലീന വന്നിട്ട് വിശാൽ കൃഷ്ണമൂർത്തിയോട് പറയുന്നൊരു കാര്യമുണ്ട്. മറ്റാരിലുമില്ലാത്ത എന്തോ ഒരു ശക്തി നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്നറിയോ? കല, സംഗീതം. നമ്മളായിരിക്കും കലയും സംഗീതമൊക്കെ എങ്ങനെ ശക്തിയാവും? അത് ശക്തി തന്നെയാണ്. അതായത് ചില സമയത്ത് നമ്മുടെ മനസ്സിലെ ചില കാര്യങ്ങൾ
ചില വികാരങ്ങൾ ചില ആളുകളോട് കൺവേ ചെയ്യാനായിട്ട് പറയാനായിട്ട് വാക്കുകൾ കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. എന്നാൽ വാക്കുകൾ പരാജയപ്പെടുന്ന ആ സ്ഥലത്ത് വിജയം ഉറപ്പുവരുത്തി അവർ മനസ്സിലാക്കേണ്ട കാര്യമാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശക്തിയുള്ള ഒന്നുണ്ട്. അതാണ് കലാരൂപങ്ങൾ. ഇനിയൊരു പുരാണം റെഫറൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഈ കഥകൾ പറയാനും പാട്ടുപാടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ജ്ഞാനത്തിൻ്റെയും അതുപോലെ സംഗീതത്തിൻ്റെയും ഒക്കെ നാഥനായ ദക്ഷിണാമൂർത്തിയായും അതുപോലെ സകലമാന കലകളുടെയും നാഥനായ നടരാജനായും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും വലിയവനുമായിട്ടുള്ള ആ ഒരു കാമുകൻ തന്നെ നിലകൊള്ളുന്നത് അല്ലേ? അങ്ങനെയും പറയാം. അപ്പോൾ ഇതാണ് ദേവദൂതൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ദേവദൂതൻ എന്ന ഈ ഒരു സിനിമയുണ്ടല്ലോ, അതൊരിക്കലും പഴകിപ്പോവാത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ